മാർക്കോ അല്ലല്ലോ അല്ലേ, സിനിമ കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. ടീ പറഞ്ഞു ഇവിടെ. അയ്യോ ഞാനത് പിൻ ചെയ്തില്ലല്ലേ. കരയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏതാണ്? കരയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏതാണ്? വാഴ എന്ന് ശ്രീജേഷ് കുട്ടൻ പറഞ്ഞു. അതിനുശേഷം ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ഡി പറഞ്ഞു. ഡി ഏതാണ്? ഡി മുള എന്ന് പറഞ്ഞു കേട്ടോ. ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ഡൗട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് രണ്ട് ആൻസർ തമ്മിൽ എന്താണ് ബിച്ചേട്ടാ? എസ്സിൽ വളരുന്ന രണ്ട് സസ്യം, ഒന്ന് കിഴങ്ങ് രണ്ട് പയർ. ബഹിരാകാശത്തിൽ വളരുന്ന രണ്ട് സസ്യം, ഒന്ന് കിഴങ്ങ് ഒന്ന് പയർ. ഓക്കെ, ബിച്ചേട്ടൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഒന്ന് പയർ, ഒന്ന് ഉരുളക്കിഴങ്ങ്. ഫസ്റ്റത്തത് കിഴങ്ങാണല്ലേ, അതിനുശേഷമല്ലേ പയറുള്ളത്? ഫസ്റ്റ് ആൻസർ ശരിക്കും കിഴങ്ങ് തന്നെയല്ലേ ബിച്ചേട്ടാ? ഞാൻ ഉസ്മാനാണ്. വാവ്! നമ്മുടെ ഇക്ക തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഐഡിയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് നമുക്കറിയാം ഇക്കയാണെന്ന് അറിയില്ല. പക്ഷേ എങ്കിലും ഒരു ഫേക്ക് ഐഡി അല്ലെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലായിരുന്നു കേട്ടോ. അതാ ഞാൻ പറയുന്നത്, നമ്മുടെ ലൈവിൽ ഫേക്ക് ഐഡീസ് വരാറില്ല. ഇപ്പോൾ സുലൈമാൻ അലി എന്ന് പറയുന്നത് നമ്മുടെ ഉസ്മാനിക്ക തന്നെയാണ്. ഉസ്മാനിക്ക, താങ്ക് യു സോ മച്ച്. അടുത്ത ഐഡിയിൽ നിന്നും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഉത്തരം മുള. അതേ, കറക്റ്റ് ആൻസർ മുളയാണ് കേട്ടോ. ആർക്കും കിട്ടിയില്ല ആൻസർ. അല്ല, ഒരാൾ പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടിമാമനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. കുട്ടിമാമൻ ആൻസർ പറയുന്നത് എത്ര വേഗമാണെന്ന് നോക്ക്. അതും കറക്റ്റ് ആൻസർ, കറക്കി കുത്തിയാലും തെറ്റാറില്ല എന്നുള്ളതാണ് കുട്ടിമാമൻ്റെ ഒരു സവിശേഷത കേട്ടോ. കൊള്ളാം എന്തായാലും. ട്രോഫി ഗോസ് ടു നമ്മുടെ കുട്ടിമാമ അനന്തു ആണ് കേട്ടോ കുട്ടിമാമ. ബഹിരാകാശത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഭൂമിയിലെ ഉത്സവം ഏതാണ്? ബഹിരാകാശത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഭൂമിയിലെ ഉത്സവം ഏതാണ്? എനിക്കറിയാം ആൻസർ, ഞാൻ പറയുന്നില്ല കേട്ടോ. ഹോളി ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, കുംഭമേളയുണ്ട്, ഹാലോവീൻ ഉണ്ട്. ഇത് മാഷിൻ മൂവിയിൽ എന്താണ് കിഴങ്ങ് നടന്ന ഓക്കെ അതിൽ കിഴങ്ങ് നടന്ന സീനുണ്ടല്ലേ. ഓക്കെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കുട്ടിമാമ എന്താണ്, ലോകവിവരം മുഴുവൻ ഉണ്ടല്ലോ തലയിൽ. ബിജു ചേട്ടൻ പറഞ്ഞു അല്ല, 2 പരീക്ഷണത്തിലും ലഭിച്ച തുല്യം. അതെയോ, 2 പരീക്ഷണത്തിലും ലഭിച്ച തുല്യമാണല്ലേ. ഓക്കെ ബിച്ചേട്ടൻ, നമുക്കിങ്ങനെ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് തരണം കേട്ടോ. താങ്ക് യു സോ മച്ച്. കുട്ടിമാമൻ പറഞ്ഞു ഡി ആണെന്ന് പറയുന്നു. ആൻസർ വേറെ ഉണ്ടോ കണ്ണാ? നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. പതിനൊന്നേ മുക്കാലായി അല്ലേ, ഒത്തിരി സമയമായി. 2 പരീക്ഷ കണ്ണാ, ഇതിൻ്റെ ആൻസറും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് നിർത്താം കേട്ടോ കണ്ണാ. അതില്ല, ബി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ക്രിസ്മസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബഹിരാകാശത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഭൂമിയിലെ ഉത്സവമാണ്. റീസെൻ്റ് ആണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഡി എന്ന് പറഞ്ഞിരിക്കുന്നു, ഹാലോവീൻ എന്ന് പറയുന്നു. നമ്മുടെ കുട്ടിമാമ ഡി പറഞ്ഞിരിക്കുന്നു, അതുല്യ പറയുന്നു. ബി ക്രിസ്മസ് ആണെന്ന് അതുല്യ പറയുന്നു. ആണോ ചോദിക്കട്ടെ, അടുത്ത ആൻസർ വരട്ടെ, എന്നിട്ട് പറയാം നമുക്ക്. മേ ബി സി ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കുട്ടിമാമ പറയുന്നു. സി ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. സി കുംഭമേളയാണ്. നോക്കാം. അപ്പോൾ ഉറപ്പിച്ച് പറയണം 2 ആൻസർ. ഇപ്പോൾ നമ്മൾ എയും ബിയും സിയും ഡി ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഡി പറഞ്ഞിട്ട് പിന്നെ സി ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഒരെണ്ണത്തിൽ ഉറച്ചു നിൽക്കൂ. പറയൂ, ഡി ആണോ സി ആണോ? കുട്ടിമാമ പറയൂ, ഡി ആണോ സി ആണോ ആൻസർ? ഒന്നിൽ പിടിച്ചു നിൽക്കൂ. ഓക്കെ, ഡിയിലും ഉത്തരം കുംഭമേളയാണ്. അത് കഴിഞ്ഞ ദിവസം ഒരു ഡീറ്റെയിൽ ഒരാളുടെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാൾ കുംഭമേളയെക്കുറിച്ചുള്ള ഒരു ഫോട്ടോഗ്രാഫി, അത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അത് കണ്ടില്ലായിരുന്നോ അല്ലേ? കുംഭമേള എവിടെ നിന്നാണ് എടുത്തത്? ബഹിരാകാശത്ത് നിന്ന് അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിച്ചിരുന്നു. അങ്ങനെ അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുംഭമേളയാണ് കേട്ടോ. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ രൂപം മാത്രമേ കാണില്ല, കടൽ മാത്രം എന്ന് പറയുന്നുണ്ട്. ഇല്ല ചേട്ടാ, അത് കാണാൻ പറ്റും ശരിക്കും കുംഭമേളേൻ്റെ. അത് കഴിഞ്ഞ ദിവസം ആ ഫോട്ടോ സഹിതം ഇൻസ്റ്റഗ്രാമിലാണെന്ന് തോന്നുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിരുന്നു. ഒത്തിരി 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 താങ്ക്സ് കേട്ടോ. ലൈവിൽ വന്നതിൽ ഒത്തിരി താങ്ക്സ്. നമ്മുടെ ഇത്രയും നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവന്ന് അല്ലേ, ഇന്നൊരു ഒരു നോളജ് സെക്ഷൻ ആയിരുന്നല്ലേ. കൊള്ളായിരുന്നു കേട്ടോ. ചിന്തിപ്പിക്കുകയും അതുപോലെ അറിവ് പകരുകയും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഉറപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഓ മൈ ഗോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഏകദേശം അവസാനിച്ചിരിക്കുന്നു.